എൻ്റെ പൊന്നു മോളെ, നിനക്ക് പ്രാന്തുണ്ടാ? നീ എന്തിനാ ഈ കരഞ്ഞു കുത്തിയിരിക്കുന്നത്? ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ 12 മണിക്കൂറും നീ കരഞ്ഞു കുത്തിയിരിക്കുന്നത് ഞാൻ കാണുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആർക്ക് വേണ്ടിയിട്ട് ഈ കരഞ്ഞു കുത്തിയിരിക്കുന്നത്? നീ ഒന്ന് അവരെ പോയി നോക്കിയാട്ടെ. അവര് ജീവിതം അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഒറ്റ ജീവിതമേ ഇല്ലു കേട്ടാ. ആ ജീവിതം ആസ്വദിച്ച് തീർക്കണോ അല്ലെങ്കിൽ കരഞ്ഞു കുത്തിയിരുന്ന് തീർക്കണോ നീയാ ചിന്തിക്കേണ്ടത്. നിന്റെ തീരുമാനം പോലെ ഇരിക്കും നിന്റെ മുന്നോട്ടുള്ള ജീവിതം. എനിക്ക് വേറെ പണിയില്ല. വേണ്ടാത്തവരെ ഇട്ടിട്ടങ്ങ് പോട്ട്. എന്തിനാ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നീ കണ്ണുന്ന് വെള്ളം ഒലിപ്പിച്ചിട്ട് ഇരിക്കുന്നു? നമുക്ക് വിധിച്ചതാണെങ്കിൽ അവരെന്തായാലും നമ്മളെ തേടി വരും കേട്ടാ. ഈ കണ്ണിന്ന് വെള്ളം ഒലിപ്പിച്ച് നിന്ന് കഴിഞ്ഞാണ്ടല്ല, നിന്റെ അച്ഛന് പോയി, നിന്റെ അമ്മക്ക് പോയി, നിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പോയി. നീ ഇങ്ങനെ കരഞ്ഞു കുത്തിയിരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയാ? ഇല്ലല്ല. അതുകൊണ്ടുണ്ടല്ല, അടിപൊളിയായിട്ട് ഇതെല്ലാം അങ്ങ് വേലിച്ചങ്ങ് കളി. മനസ്സിൽ ദുഷ്ടചിന്തകളും ഇതുപോലെ സങ്കടപ്പെട്ട ഓരോ ഓർമ്മകളും നമ്മൾ വേലിച്ചങ്ങ് കളയാം. എന്നിട്ട് എന്ത് ചെയ്യുക? ചിരിച്ച മുഖമായിട്ട് എപ്പോൾ ഇങ്ങനെ ചിരിച്ച മുഖമായിട്ട് എല്ലാവരുടെ മുന്നിലൊന്ന് നിന്ന് നോക്കിയാട്ടെ. ഇനി ഇങ്ങനെ കരയുമുണ്ടല്ല, എല്ലാവരും പറയും ഈ പാവം പാവം. എല്ലാവരും നിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയും. വേക്ക് തിരിഞ്ഞിട്ടാകുമ്പോണ്ടല്ല, നീ കരയുന്ന കണ്ട് സന്തോഷിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇനി മേലെ കരയാൻ പാടില്ല കേട്ടോ. പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട.